ഇറങ്ങുന്ന സമയത്ത് ആ അവ്യക്തമായിട്ടാണെങ്കിലും അത്രക്ക് തൊട്ടടുത്ത് അബു സുഫിയാനെ ഞാൻ കണ്ടു. എൻ്റെ അമ്പെടുത്തിട്ട് എങ്ങനെങ്കിലും ഒരു ദിശയിൽ നോക്കിയാലെങ്കിലും അദ്ദേഹത്തെ തട്ടുമായിരുന്നു. ഇനിയും കാണൂല, അദ്ദേഹത്തിന് കൊല്ലാമായിരുന്നു. അപ്പോഴാണ് റസൂലിൻ്റെ വാക്ക് ഞാൻ ഓർത്തു. ഹുദൈഫത്തുൽ യമാനി ഉം. പേര് നമ്മൾ കേട്ടിട്ട് പരിചയമുള്ള ഒരു സഹാബിയാണല്ലോ. ശരിക്കും ഹുദൈഫത്തുൽ യമാനി എന്ന് യമാനിയുടെ മകൻ, യമാനി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരല്ല, ആ അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ലഖബാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹുസൈൻ ബിൻ ജാബിറാണ്. ഇദ്ദേഹം നമുക്കറിയാം റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം, രണ്ട് വശങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഹുദൈഫത്തുൽ യമാനി ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവും കൂടി യുദ്ധത്തിന് വരും. പിതാവ് നല്ല വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ പിതാവും യുദ്ധത്തിന് വന്നിരുന്നു. പക്ഷെ നബി വൃദ്ധരായതുകൊണ്ട്, വാർദ്ധക്യമായതുകൊണ്ട് മദീനയിൽ തന്നെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലാണ്, രണ്ടാമത്തെ എല്ലാവരും എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാം ഘട്ടത്തിൽ ഇദ്ദേഹം മദീനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഹുദൈഫത്തുൽ യമാനിയുടെ പിതാവ് എന്ന് യുദ്ധത്തിലേക്ക് വരികയാണ്. വരണ്ടാന്ന് നബി പറഞ്ഞിരുന്നു. പക്ഷെ അവർ പറയാണ്, ഞങ്ങൾക്ക് നമുക്ക് ഷഹാദത്തിനേക്കാൾ വലിയ വേറെ എന്തല്ല, നമുക്ക് യുദ്ധത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് സുഹൃത്തിനെയും കൂട്ടിയിട്ട് വരികയാണ്. പക്ഷെ വരുമ്പോൾ ഈ മുസ്ലിങ്ങൾക്കൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ പക്ഷത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ കടന്നു വരുന്ന കാണുമ്പോൾ, മുസ്ലിങ്ങളുടെ ഭാഗത്തിലേക്ക് വരുന്ന ആ സമയത്ത് കാണുമ്പോൾ മുസ്ലിങ്ങൾപ്പെട്ട പല ആളുകളിൽ നിന്ന് ശത്രുവാണെന്ന് ധരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ വാൾപ്രയോഗം നടത്തണം. അപ്പം ഈ സമയത്ത് ഹുദൈഫുൽ യമാനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഉപ്പയാണത്. ഹുദൈഫ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, യാ അബ്ദുള്ള, അതെൻ്റെ പിതാവാണ് അബി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെന്ന്. പക്ഷെ അവരത് കേട്ടില്ല. അദ്ദേഹത്തെ അങ്ങനെ ശത്രുക്കളുടെ കയ്യാലല്ല, മുസ്ലിങ്ങളുടെ കയ്യാൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. ഇതിൽ പിന്നീട് അങ്ങനെ അദ്ദേഹത്തെ ആരുടെ കയ്യാലാണോ മരണപ്പെട്ടിട്ടുള്ളത്, അവർ പിന്നെ ഹുദൈഫത്തുൽ യമാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാതെ സംഭവിച്ചു, അതാണ്, പുറത്തു തരണം എന്ന് അദ്ദേഹത്തോട് പറയണം. അപ്പോൾ അദ്ദേഹം യൂസുഫ് നബി തൻ്റെ സഹോദരന്മാർക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. അത് എന്നതുപോലെ ആ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അദ്ദേഹം തിരിച്ചു പറയുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ഒരു ദിയയായിട്ട് 100 ഒട്ടകത്തെ ഹുദൈഫക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചല്ലോ. ഈ 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 തലമുറക്ക് വേണമെങ്കിൽ ജീവിക്കാൻ മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും വലിയ സമ്പത്താണ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ 100 ഒട്ടകങ്ങളൊക്കെ സ്വതക്കയായിട്ട് പലർക്കും വീതിച്ച് നൽകി കൊടുത്തു. അദ്ദേഹത്തെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് പ്രവാചകൻ്റെ കാലത്തിന് ശേഷം ഇദ്ദേഹം ഇറാഖിലെ കൂഫയിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് താബഈങ്ങളിൽപ്പെട്ട പലരും, പൊതുവെ സഹാബികൾപ്പെട്ട ആളുകളോടൊക്കെ അവർ ചോദിക്കും, നിങ്ങൾ റസൂലിൻ്റെ കാലത്ത് റസൂലിനൊക്കെ കണ്ണുകൊണ്ട് കണ്ട ആളുകളല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ കൗതുകത്തിലിങ്ങനെ പല കാര്യങ്ങളും പറയും. ഒരിക്കൽ ഹുദൈഫയോട് ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ റസൂലിനെ, നിങ്ങളെ 2 കണ്ണുകൾ കൊണ്ട് റസൂലിനെ നിങ്ങൾ കണ്ടല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ റസൂലിനോട് പ്രതികരിച്ചിരുന്ന രീതിക്കൊന്ന് പറഞ്ഞിരുന്നു ചോദിക്കണം. അവരോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, അപ്പോൾ ഈ താബീങ്ങളായ ആളുകൾ പറയുന്നത്, ഞങ്ങളായിരുന്നെങ്കിൽ റസൂലിനെ നിലത്തന്നെ വെക്കാൻ അയക്കില്ലായിരുന്നു, ഞങ്ങളുടെ ചുമലിൽ വഹിച്ചു നടക്കും. അപ്പോൾ ഇവർ ചെയ്തത് അവർക്ക് അത്ര പോരാ എന്നൊരു തോന്നൽ ഹുദൈഫ പറഞ്ഞു കേട്ടപ്പോൾ, ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതേ ചോദ്യം മിഖ്ദാദ് ബിൻ അൻസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സാബിയോട് വേറെ ആൾ ഇതുപോലത്തെ ചോദിക്കുന്ന താബി. അപ്പം അദ്ദേഹം അവർക്ക് ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ വെറും വർത്തമാനം മാത്രമാണ്. അന്ന് തന്നെ അബൂജഹലും അവിടെ ജീവിച്ചിട്ടുണ്ട്, പിന്നെ കണ്ട ആളുകൾ.
അന്ന് തന്നെ മുനാഫിക്കങ്ങൾ പലരും നബിയുടെ കണ്ട് കൂട്ടത്തിൽ പള്ളിയിൽ നിന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതൊക്കെ നമ്മളുടെ ഒരു ഇതാണെന്നുള്ള മറുപടി കൊടുത്തത്. പക്ഷേ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും ആയിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഹന്തക്ക് യുദ്ധത്തിൻ്റെ സമയം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നൊരു സമയമുണ്ട്. ഹന്തക്ക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമാണല്ലോ. ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. 1 മാസത്തോളം കിടങ്ങു കുഴിച്ചു. അതെ. ശേഷം പിന്നെ ദിവസങ്ങളോളം യുദ്ധത്തിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ മുന്നുള്ള പട്ടിണി, കൊടും തണുപ്പ് ഉള്ളൊരു സമയം. അന്ന് ടെൻറ്റിൽ അകത്തുനിന്ന് ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ വിളിച്ചു. ടെൻറ്റിനകത്തുനിന്ന് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു രാത്രി. എന്നിട്ട് ഇപ്പോൾ റസൂൽ പറഞ്ഞു, കാരണം പിന്നെ സംഭവവികാസങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും കൂറുമാറി, ബനു ഖുറൈളയൊക്കെ കൂറുമാറിപ്പോയില്ലേ. അപ്പോൾ റസൂൽ ഒരിക്കൽ ഖന്തഖ് യുദ്ധത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശത്രുപാളയത്തിൽ പോയിട്ട് അവരുടെ വിവരണങ്ങൾ ഈ രാത്രി പോയിട്ട് അറിഞ്ഞു വരാനുള്ളത് ആരാണ്? അതിന് തയ്യാറുള്ളവർ ആരുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു ഓപ്ഷണലായിട്ടുള്ള ചോദ്യമാണ്. ആർക്കും പോവാം. ആരും മിണ്ടുന്നില്ല. അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനുണ്ട്, ഉമർ റളിയല്ലാഹുവിനുണ്ട്, ഒക്കെ കൂട്ടത്തിലുണ്ട്. ആരാണിതിൽ പോകാൻ തയ്യാറുള്ളത്? ആരെയുണ്ടോ? ആരും മിണ്ടുന്നില്ല. പിന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ നബി പറഞ്ഞു, അങ്ങനെ ആരാ പോകുന്നത്? അവർക്ക് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇടമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ആരും മിണ്ടുന്നില്ല. ആരും ഒരനക്കൂല്ല. അവസാനം റസൂൽ എൻ്റെ പേര് വിളിച്ചു. അവിടെ പിന്നെ ഓപ്ഷനില്ല. അതുവരെ ആർക്കും പോവാം, പക്ഷെ ആരും പോകുന്നില്ല. പക്ഷെ എൻ്റെ പേര് വിളിച്ചു. എൻ്റെ പേര് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അദ്ദേഹം പറയണം, ഞാനാണെങ്കിൽ തണുത്തും വിശപ്പ് കൊണ്ടും നിലത്ത് കിടക്കണം. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ സംരക്ഷണം കൊടുക്കണേ. ഇദ്ദേഹത്തിൻ്റെ മുൻവശത്തു നിന്നും പിറകുവശത്തു നിന്നും മുകളിൽ നിന്നും ബാക്കിൽ നിന്നും നീ ഒരു സംരക്ഷണം നീ നൽകണമെന്ന് ആ പ്രാർത്ഥന നബി പ്രാർത്ഥിച്ചാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഊർജം കിട്ടി. അങ്ങനെ ഞാൻ ഹുദൈഫ റളിയല്ലാഹു പറയാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പം എന്നോട് റസൂൽ പറഞ്ഞു, ഇത്ര മാത്രം മതി. അവിടെ പോകുന്നു, അവരെ വിവരം എന്താണെന്ന് അറിയുന്നു, തിരിച്ചു വരുന്നു, വേറൊന്നും ചെയ്യേണ്ടതില്ല. അവരുടെ ഒരവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഹുദൈഫ റളിയല്ലാഹു പറയാൻ, ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് കൊടും ഇരുട്ടാണ്. തൻ്റെ കൈ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കൂരാകൂരിരുട്ടാണ്. ആ ഇരുട്ടിലൂടെ പതിയെ നടന്ന് ശത്രുപാളയത്തിലെത്തും. ശത്രുപാളയത്തിലെത്തുന്ന സമയത്ത് ആരോ ഒരാളിങ്ങനെ ചെറിയൊരു അവ്യക്തമായ രൂപത്തിൽ ആജാനബാഹുവായ ഒരാൾ, അത് അവരുടെ നേതാവ് തന്നെ ആയിരിക്കാം, അബൂ സുഫിയാനാണ്. ഞാൻ അവരുടെ ടെൻറ്റിലേക്ക് കയറി. ടെൻറ്റിലേക്ക് കയറുമ്പോൾ അവിടെ നിന്ന് അബൂ സുഫിയാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ എഴുന്നേറ്റ് നിന്നിട്ട്, പിന്നെ എനിക്ക് വളരെ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളോട് പറയാനുണ്ട്. നമ്മളെ ടെൻറ്റിലേക്ക് വേറെ ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരസ്പരം ഒന്ന് പേര് ചോദിച്ചിട്ട് ഉറപ്പുവരുത്തണം പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ബോധം വന്നു. ഞാൻ ഉടനെ എൻ്റെ തൊട്ടടുത്ത ആരാണ് അവരെ കൈ പിടിച്ചു. എന്ന് ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? അപ്പോൾ അയാൾ പേരുന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന അയാൾ പേരും കൈയും പിടിച്ചു, മൻ അൻത. അപ്പോൾ ആ അമിതമായൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ അവർ മറന്നുപോയി. അവർക്ക് പിന്നെ ഓപ്ഷനില്ല. അങ്ങനെ അബൂ സുഫിയാൻ തന്നെ അവരുടെ നേതാവ് ഉറക്കെ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട്, കാരണം അവർക്ക് വിളക്ക് പോലും കത്തിക്കാനില്ല, അത്ര ഇരുട്ടിലാണ് അവരുള്ളത്. പിന്നെ കാറ്റിൽ പല ടെൻറ്റുകളും പാറിപ്പോയിട്ടുണ്ട്. പല അവസ്ഥകളൊക്കെ ആ ഒരു അള്ളാഹുവിൻ്റെ കാറ്റിനയച്ചുകൊണ്ടുള്ള പരീക്ഷണം അവിടെ ഉണ്ടായല്ലോ. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും നമ്മളോട് കൂറുമാറിയിട്ടുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ വേറെ ഖന്തഖ് യുദ്ധത്തിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, നമുക്ക് തിരിച്ചു പോകാം. ഞാനതായാലും പോവുകയാണ്, ഇനി മുർത്തഹിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ പോവുകയാണ്, നിങ്ങൾക്കും പോരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു.
ഇറങ്ങുന്ന സമയത്ത് ആ അവ്യക്തമായിട്ടാണെങ്കിലും അത്രക്ക് തൊട്ടടുത്ത് അബൂ സുഫിയാനെ ഞാൻ കണ്ടു. എൻ്റെ അമ്പെടുത്തിട്ട് എങ്ങനെങ്കിലും ഒരു ദിശയിൽ നോക്കിയാലെങ്കിലും അദ്ദേഹത്തെ തട്ടുമായിരുന്നു. ഇനിയും കാണൂല. അദ്ദേഹത്തിന് കൊല്ലാമായിരുന്നു. അപ്പോഴാ റസൂലിൻ്റെ വാക്ക് ഞാൻ ഓർത്തു. ഒന്നും ചെയ്യാൻ പാടില്ല. പറഞ്ഞ് എന്താ വിവരം അന്വേഷിച്ച് തിരിച്ചു പോരാന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചെത്തിയപ്പോൾ റസൂൽ ടെൻറ്റിനകത്ത് അപ്പോഴും നമസ്കാരത്തിലാണ്. ടെൻറ്റിലെത്തിയ ഉടനെ എനിക്ക് വീണ്ടും വറക്കാൻ തുടങ്ങി. തണുപ്പ് അതുവരെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ ശക്തമായ തണുപ്പ്. നബി ഇങ്ങനെ ഒരു നബിയുടെ പുതച്ചിരിക്കുകയാണ് നബി. നിസ്കാരത്തിലാണ്. അപ്പം പുതപ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. തണുത്ത് വിറച്ച് ചെന്നപ്പോൾ ആ പുതപ്പിൻ്റെ ഒരു ഭാഗം എനിക്ക് തന്നു. ഞാൻ നബിയുടെ കൂടെ ചേർന്നിരുന്നു. അപ്പം എന്നോട് വിഷയങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ നബിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഉറങ്ങി. സുബഹിൻ്റെ സമയമാകുമ്പോൾ അവിടെ കിടന്ന് നബിയുടെ അടുത്തിരുന്നിട്ട് ഉറങ്ങി. നബി വന്ന് എന്നെ വിളിച്ചു. എല്ലാവരും സുബഹി നിസ്കരിച്ചു. ശത്രുപാളയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വളരെ ശൂന്യമാണ്, ഒന്നുമില്ല. എല്ലാവരും പോയിരിക്കുന്നു. യുദ്ധം വിജയിച്ച സന്തോഷം. യുദ്ധം എന്നാൽ അള്ളാഹു നൽകിയ വിജയത്തിൻ്റെ സന്തോഷത്തിലായി. ഇതായിരുന്നു ആ ചരിത്രം.